സൗഭാഗ്യമേ, ആരാധ്യനാം ദൈവമേ, ആത്മീയ സൗഭാഗ്യമേ, വഴിയും സത്യവും ജീവനുമാകുമെൻ സർവേശ്വര അങ്ങേക്കാരാധന. വഴിയും സത്യവും ജീവനുമാകുമെൻ സർവേശ്വര അങ്ങേക്കാരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന, സ്വർഗത്തിലും ഭൂമിയിലും ആരാധന. ആരാധനാവർഷം ഇത്, ആരാധനാവർഷം, ആരാധനാവർഷം ഇത്, ആരാധനാവർഷം. കൃപയിൻ നിർച്ചാലാം കൂദാശകൾ, നാഥൻ വസിക്കും കൂടാരങ്ങൾ, പ്രാർത്ഥന നോമ്പുകൾ തിരുനാളുകൾ, പരിമള ധൂപമാം തിരുനാളങ്ങൾ, തേജോമയമാം സ്വർഗോന്മുഖമാം സഭയിൽ സൗഭാഗ്യ സ്രോതസ്സുകൾ. തേജോമയമാം സ്വർഗോന്മുഖമാം സഭയിൽ സൗഭാഗ്യ സ്രോതസ്സുകൾ. ആത്മാവിലും സത്യത്തിലും ആരാധന, സ്വർഗത്തിലും ഭൂമിയിലും ആരാധന. ആരാധനാവർഷം ഇത്, ആരാധനാവർഷം, ആരാധനാവർഷം ഇത്, ആരാധനാവർഷം. പരിശുദ്ധ മറിയത്തെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അമ്മമാരാണ് കുടുംബത്തെയും സഭയെയും ശക്തമാക്കുന്നത്. ഈ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടും വചനത്തെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ടും 2025-26 അതിഭദ്രാസന NCMF സംഗമത്തിന്റെ പൊതുസമ്മേളനത്തിലേക്ക് കടക്കുന്നു. വേദപുസ്തക വായന, പ്രാർത്ഥന, പ്രതിജ്ഞയ്ക്കായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ലൂക്കായുടെ സുവിശേഷം 1-26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ മുതൽ ഗലീലയ നസറേത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് നിന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് പറഞ്ഞു, ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, പാലിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ എല്ലാ അമ്മമാരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിശുദ്ധിയും വിജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കുടുംബത്തിലും സഭയിലും കാരുണ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാക്ഷികളാകുവാൻ പരിശുദ്ധാരൂപിയായി ഞങ്ങളെ നിറയ്ക്കണമേ.
ദിവ്യകാരുണ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളുടെ നയനങ്ങളെ തുറക്കണമേ. ബലഹീനരും നിരാശ്രയരും രോഗികളുമായവരെ അങ്ങേ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയെപ്പോലെ പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടാനുള്ള വിമല ഹൃദയം ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. തിരുകുടുംബത്തിലും ശിശു സമൂഹത്തിലും അമ്മയായിരുന്നതുപോലെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിമളമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ മോനിക്ക പുണ്യവതിയെ അനേകരെ മാനസാന്തരത്തിൻ്റെ ദൈവിക ശോഭയെ രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സകല വിശുദ്ധരുടെയും മധ്യസ്ഥത്തോട് ചേർത്ത് പരമകാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ ദുർഭാഗങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. മതേസ് ഫോറത്തിൽ അംഗമായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സഭയുടെ പാവനമായ പാരമ്പര്യങ്ങളും സവിശേഷമായ ലക്ഷ്യങ്ങളും കാത്തു പരിപാലിക്കുന്നതിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ആഗോള സഭയുടെ തലവനായ മാർപ്പാപ്പായ്ക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ബാബായ്ക്കും ഭദ്രാസന അധ്യക്ഷനും ഞാൻ വിധേയത്വം പ്രഖ്യാപിക്കുന്നു. സഭാ നിയമങ്ങൾക്കും മാതൃഫോറത്തിൻ്റെ പ്രത്യേക നിയമങ്ങൾക്കും അനുസൃതമായി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നതാണ്. കൃപ നിറയുന്ന കുടുംബങ്ങൾ രൂപപ്പെടുന്നതിലൂടെ സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാതൃഫോറം ഒരു അനുഗ്രഹമാകാൻ ഞാൻ സർവ്വനാത്മ പരിശ്രമിക്കുന്നതാണ്. ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പരിശുദ്ധ കന്യമറിയവും പരിശുദ്ധ മോനിക്ക പുണ്യവതിയും ധന്യന്മാർ യുവാനോസ് പിതാവും എന്നെ സഹായിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ മുൻപിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ സാധനം സമർപ്പിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ നമ്മൾ മൂക്കിക്കൊണ്ടാണ് ശ്വസിക്കുന്നത്, നമ്മുടെ വായു കൊണ്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ അമ്മ തന്നെ പുൽക്കൊടിയിലൂടെ നമുക്ക് ശ്വാസം തന്നു. അമ്മ തന്നെ പുൽക്കൊടിയിലൂടെയാണ് നമുക്ക് ഭക്ഷിക്കാൻ തന്നിട്ടുള്ളത്. ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചിരുന്നപ്പോഴാണ് നമ്മൾ മൂക്കുകൊണ്ട് ശ്വസിച്ചതും വായു കൊണ്ട് ഭക്ഷിച്ചതും. അതിൻ്റെ പിതാവ് ഞങ്ങൾക്കൊക്കെ വൈദ്യർക്ക് ഓരോരുത്തരും തരുമ്പോൾ ഒരിക്കലും മായാത്ത ഒരു ഇൻഡെലിബിൾ മാത്രം ഓരോരുത്തർ അന്തസ്സുള്ള വ്യക്തി മറ്റേത് അന്തസ്സിലേക്ക് പോയാലും നൽകിയ പൗരത്വത്തിൽ ഒരിക്കലും മാറുകയില്ല. അതുപോലെ തന്നെയാണ് രാജകീയ പൗരത്വമായ മാമോദിസായി ഒരിക്കലും ആ മുദ്ര മാറുകയില്ല. പ്രിയമുള്ള അമ്മമാരെ, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ അമ്മയെ ഓർക്കാൻ വേണ്ടി പ്രകൃതി നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ള ഒരിക്കലും മായാത്ത ഇൻഡെലിബിൾ മാർക്കാണ് നമ്മുടെ അമ്മയെ തള്ളി പറയുന്നത്